അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരങ്ങളും നോമ്പുകളും വിവാദത്തുകളെല്ലാം നമ്മിൽ സംഭവിച്ച എല്ലാ അപരാധങ്ങളും നമുക്ക് മാപ്പാക്കി തരികയും അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളായ മുഖ്ലിസീങ്ങളായ അടിമകളിൽ അല്ലാഹു നമ്മെ പ്രവേശിപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. ഇന്ന് പരിശുദ്ധ റമദാനിൻ്റെ 23-ാം രാവാണ്. രണ്ട് നിലയ്ക്ക് പ്രാധാന്യമുള്ള ദിവസമാണ്. നൂറുന്നല നൂർ, പ്രകാശത്തിന്മേൽ പ്രകാശം എന്ന് പറയാവുന്ന ഒരു ദിവസമാണ്. അല്ലെങ്കിൽ നമ്മൾ മലയാള ഭാഷയിൽ ഇരട്ടി മുതരം എന്നൊക്കെ പറയാറുള്ള ആ അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന ഈ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം വെള്ളിയാഴ്ച രാവും വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ ഒറ്റയായ രാവും ഒരുമിച്ച് വരുന്ന ഈ റമദാനിലെ ഏക ദിവസം ഇന്ന് മാത്രം. ഇങ്ങനെയൊരു രാവ് നമുക്ക് കഴിഞ്ഞു പോയിട്ടില്ല ഈ വർഷം, ഇനി ഈ റമദാനിൽ വരാനുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഈ രാത്രി പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ലൈലത്തുൽ ഖദറാകാനുള്ള ഏറെ സാധ്യതകളുള്ള ഒരു രാത്രിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു ലൈലത്തുൽ ഖദർ എന്നാണെന്ന വിഷയം. സത്യത്തിൽ നമ്മെ അറിയിച്ചിട്ടില്ല. റമദാനിലെ അവസാന 10 ഒറ്റയായ രാവുകളിൽ അതാകാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 21-ാം രാവിനേക്കാൾ പ്രാധാന്യമുള്ളത് ഇനിയുള്ള 23, 25, 27, 29 രാവുകളാണ്. കാരണം അവസാനത്തെ 7 ദിവസങ്ങളിൽ നിങ്ങൾ അന്വേഷിക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അവസാനം അതുകൊണ്ട് 23-ാം രാവ് രണ്ട് നിലയ്ക്ക് നമുക്ക് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം. ഈ ലൈലത്തുൽ ഖദർ അല്ലെങ്കിൽ പോലും ഇന്നത്തെ രാത്രി ഏറെ പുണ്യമുള്ള രാത്രി. ഒന്ന് വെള്ളിയാഴ്ച രാവാണ്. രണ്ടാമത് ഇന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് ബഹുമാന്യനായ ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ്, പരിഷ്കർത്താവ് എന്ന ചരിത്രം രേഖപ്പെടുത്തിയ ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹി തആലയുടെ അഭിപ്രായം എന്നാണ് പരിശുദ്ധ റമദാൻ തുടങ്ങുന്നത് എന്നതിനനുസരിച്ച് ആ വർഷത്തെ ലൈലത്തുൽ ഖദറിനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. അതനുസരിച്ച് വ്യാഴാഴ്ച ദിവസമാണ് റമദാൻ തുടങ്ങുന്നതെങ്കിൽ ആ വർഷത്തെ ലൈലത്തുൽ ഖദർ 23-ാം രാവിനായിരിക്കുമെന്നാണ് ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ നിരീക്ഷണവും അഭിപ്രായവുമായി. നമുക്കറിയാം ഈ വർഷം റമദാൻ ആരംഭിച്ചത് വ്യാഴാഴ്ചയാണ്. അതനുസരിച്ച് ബഹുമാന്യനായ ഗസ്സാലി റഹിമഹുല്ലാഹ് കഴിഞ്ഞ 1000 കൊല്ലത്തിനിടയ്ക്ക് ഗസ്സാലി ഇമാമിനെ പോലെ ഒരു പണ്ഡിതൻ ലോകത്ത് ജനിച്ചിട്ടില്ല. അത്ര അഗ്രഗണ്യനായ, ലോകത്തറിയപ്പെട്ട സുസമ്മതനായ ഒരു പണ്ഡിതനാണ് അല്ലാമ ഗസ്സാലി റഹിമഹുല്ലാഹ്. 55 വയസ്സിൽ താഴെ അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ചരിത്രം രേഖപ്പെടുത്തി, അടയാളപ്പെടുത്തി വഫാത്തായി പോയ വലിയൊരു മഹാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ വഫാത്ത് പോലും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു തിങ്കളാഴ്ച ദിവസം സുബഹി സമയത്ത് അദ്ദേഹം തന്റെ സേവകരോട്, തന്റെ ശിഷ്യഗണങ്ങളോട് എന്റെ കഫത്തുണി കൊണ്ടുവരിക എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അവര് കഫത്തുണിയുമായി ചെല്ലുമ്പോൾ ആ മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്റെ മരണത്തെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി തയ്യാറെടുത്ത് കലിമ ചൊല്ലി സന്തോഷത്തോടെ റഹ്മത്തിന്റെ മാലാഖമാരാൽ അനുഗമിക്കപ്പെട്ട വലിയൊരു ആത്മാവിന്റെ ഉടമയാണ് ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ്. അദ്ദേഹമാണ് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് നമ്മോട് ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ഗസ്സാലി ഇമാം ബഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പൾ ആയിരുന്നു ഒരു കാലത്ത്. നിസാമിയ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അന്നത്തെ ലോക പ്രശസ്ത യൂണിവേഴ്സിറ്റിയാണ്. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ 3 യൂണിവേഴ്സിറ്റികളാണുള്ളത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. ഒന്ന് തുനീഷ്യയിലാണ്, തുനീഷ്യയിലെ സൈത്തൂൻ. മറ്റൊന്ന് ഈജിപ്തിലെ കൈറോവിലെ അൽ അസ്ഹർ. മറ്റൊന്ന് ബഗ്ദാദിലെ നിസാമിയ. അന്നത്തെ നിസാമിയ യൂണിവേഴ്സിറ്റിയിലെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഹറമിലെ ഇമാമിനേക്കാൾ വലിയ ദർജയുള്ള ഒരു പദവിയാണ്. അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരുന്ന സന്ദർശകർ കൊടുക്കുന്ന ഉപഹാരങ്ങൾ, സ്വർണത്തിന്റെ മാലകൾ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കഴുത്തുകൾ അതുകൊണ്ട് തൂങ്ങിയിരുന്നു എന്നാണ്. 4 വർഷത്തെ അവിടുത്തെ സേവനത്തിന് ശേഷം
എൻ്റെ ജോലി ഇതല്ല, ഞാൻ സമൂഹത്തെ സമുദ്ധരിക്കാൻ വേണ്ടി ഇറങ്ങേണ്ട ഒരാളാണെന്ന് മനസ്സിലാക്കി നിർബന്ധിതമായി രാജാവ് സമ്മതിച്ചില്ല. പക്ഷെ എനിക്ക് ഹജ്ജിന് പോകണമെന്ന് അനുമതി മേടിച്ചുകൊണ്ട് ആ സ്ഥാനം രാജിവെച്ച് തൻ്റെ ഭാര്യയ്ക്ക് ലഭിച്ച ഉപകാരങ്ങളെല്ലാം ബഗ്ദാദ് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് സാധുക്കൾക്ക് ദാനം ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഡമാസ്കസിലെത്തി. അമവി ജുമാ മസ്ജിദിന്റെ പള്ളിയിലിരുന്നു. ആ പള്ളിയിലെ മൂലയിലിരുന്നു കൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ലോകപ്രശസ്തമായ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്നത്. ഇന്നും ലോകത്ത് മാറ്റിവെക്കാൻ കഴിയാത്തൊരു ഗ്രന്ഥമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ, തസവൂഫിന്റെ വിഷയം. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ കാലഘട്ടത്തിലും ഒരേ കാലഘട്ടത്തിലെ ആലിമീങ്ങൾക്ക് ശത്രുക്കളുണ്ടായിരുന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ശത്രുക്കളുണ്ടായിരുന്നു. പലരെയും അന്നത്തെ ശത്രുക്കൾ കൊന്നതാണ്. ഉഖ്റവിയ ഉലമാക്കൾ പലരും അങ്ങനെയാണ് മരിച്ചത്. ഭരണകൂടം എതിരാകും അവർക്ക്. കാരണം ഭരണകൂടത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കാൻ ഉഖ്റവിയ ഉലമാക്കളെ കിട്ടൂല. അപ്പോൾ ഭരണകൂടം എതിരാവുകയും അവരെ പല നിലയ്ക്കും ശല്യപ്പെടുത്തുകയും ചിലരെയൊക്കെ കൊല്ലുകയാണ് ചെയ്തത്. ടൈഗ്രീസ് നദിയുടെ കരയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട ഗസാലി ഇമാമിന്റെ ശത്രുക്കൾ ഒരു തീരുമാനമെടുത്തൊരു വ്യാഴാഴ്ച ദിവസം നാളെ ജുമാ നമസ്കാരം കഴിയുമ്പോൾ ഗസാലിയുടെ കിതാബുകളെല്ലാം ചുട്ടീകരിക്കും. അതായിരുന്നു അവരുടെ തീരുമാനം. അത്ര വലിയ ശത്രുതയായിരുന്നു ഇമാം ഗസാലിയോട്. പക്ഷെ അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണുന്നുണ്ട് അദ്ദേഹം. പ്രവാചകൻ സ്വപ്നത്തിൽ വരികയും ഗസാലി ആക്ഷേപിക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചകൻ പ്രഹരിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പിൽക്കാലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മഹാനാണ് ഇന്നത്തെ രാത്രിയെ കുറിച്ച് ലൈലത്തുൽ ഖദറിന് ഞാൻ ഈ രാത്രിയെ ലൈലത്തുൽ ഖദറായി കാണുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഈ രാത്രി അവഗണിക്കാൻ കഴിയില്ല. രണ്ടാമത് ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച എന്നുള്ളത് സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവാണ്. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസം വെള്ളിയാഴ്ചയാണ്. അങ്ങനെയുള്ള ഒരു ദിവസത്തിലാണ് നാം ഉള്ളത്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ ഓർമ്മക്കുറവിനെ കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞത് വെള്ളിയാഴ്ച രാവിലെ പ്രാർത്ഥിക്കാനാണ്. വെള്ളിയാഴ്ച പ്രാർത്ഥിക്കും എന്നാണ്. വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്ത് കിട്ടുന്നൊരു സമയമുണ്ട്. അത് ഏത് സമയമാണെന്ന് നമുക്കറിയില്ല. രാത്രിയാണോ പകലിലാണോ? വ്യാഴാഴ്ച അസ്തമിച്ച മഗ്രിബ് മുതൽ വെള്ളിയാഴ്ച അസ്തമയം വരെയുള്ള ഈ 24 മണിക്കൂറിനിടയ്ക്ക് ഏതോ ഒരു സമയമാണ്. സമയം നമ്മെ അറിയിച്ചിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് വെള്ളിയാഴ്ച പ്രാർത്ഥിക്കും എന്ന് പറയുകയും പ്രവാചകൻ ഒരു കാര്യം കൂടി അലി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിനക്കറിയില്ലേ അലി, യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്റെ മകൻ നഷ്ടപ്പെട്ടു. യൂസുഫിനെ സഹോദരങ്ങൾ കൊണ്ടുപോയി കൊട്ടക്കിണറിൽ എറിഞ്ഞു. അവിടെ നിന്ന് അങ്ങാടിയിലെത്തി. അവസാനം ഈജിപ്തിന്റെ അധികാരം തന്റെ കയ്യിൽ വരുന്നൊരു സംഭവം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. മകൻ നഷ്ടപ്പെട്ട വേദനയിൽ പിതാവ് യഅ്ഖൂബ് നബി അലൈഹി സ്വലാം കരഞ്ഞു. വബിയല്ലത്ത് ഐനാഹു, ഖുർആൻ പറഞ്ഞത് യഅ്ഖൂബ് നബിയുടെ കണ്ണുകൾ വെളുത്തുപോയി എന്ന്. കരഞ്ഞു കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു. തന്റെ മകൻ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ കരഞ്ഞു. അവസാനം യൂസുഫ് നബി അലൈഹി സ്വലാം കൊടുത്തയച്ച ഖമീസ് കൊണ്ടുപോയി യഅ്ഖൂബ് നബിയുടെ മുഖത്തിട്ടപ്പോഴാണ് അദ്ദേഹത്തിന് കാഴ്ച കിട്ടിയത് എന്ന് ഖുർആൻ പറയുന്നു. സൂറത്ത് യൂസുഫ് അഹ്സനുൽ ഖസസ്, ഏറ്റവും മനോഹരമായ ചരിത്രം എന്ന പേരിൽ ഖുർആൻ നമ്മുടെ മുന്നിൽ വിശദീകരിച്ച ചരിത്രമാണ്. ആ ചരിത്രത്തിൽ ഈ 10 മക്കളും യഅ്ഖൂബ് നബിയുടെ 10 മക്കളും കൂടിയാണ് യൂസുഫിനെ കിണറ്റിലിടുന്നത്. പിന്നീട് മക്കൾക്ക് ഖേദം തോന്നുന്നുണ്ട്. ഈ മക്കളൊന്ന് വാപ്പയോട് പറയുന്നുണ്ട്, യാ അബാന അസ്തഗ്ഫിർ ലനാ, വാപ്പ ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കൽ തേടണം, ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ സഹോദരനോട് ചെയ്തത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് യൂസുഫ് തിരിച്ചു വന്നതിന് ശേഷം ഈ സഹോദരങ്ങളൊന്ന് വാപ്പയോട് പറയുന്നു. ഈ പറയുന്ന ഒരു വ്യാഴാഴ്ച ദിവസമാണ്. 10 പേരും ഒന്ന് ഈ പറയുന്നത്. അപ്പോൾ വാപ്പ പറയുന്ന മറുപടി ഖുർആൻ പറയുന്നുണ്ട്, സഅസ്തഗ്ഫിറു ലക, ഞാൻ പിന്നീട് പൊറുക്കലിനെ തേടാം. മക്കളീ പറയുന്ന സമയത്ത് അപ്പം തന്നെ എന്റെ മക്കൾക്ക് പുറത്തു കൊടുക്കണമെന്ന് യഅ്ഖൂബ് നബി പറയുന്നില്ല. സഅസ്തഗ്ഫിറു ലക, പിന്നെ ഞാൻ പൊറുക്കലിനെ തേടിക്കൊള്ളാമെന്ന് പറഞ്ഞ് സമയം മാറ്റുകയാണ്. അതിന് കാരണം മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു, അത് വെള്ളിയാഴ്ച രാവിലെ ദുആ ചെയ്യാൻ വേണ്ടിയാണ്. അസ്തമയത്തിന് ശേഷം വെള്ളിയാഴ്ച രാത്രി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് യഅ്ഖൂബ് നബി മക്കളോട് ഞാൻ പിന്നെ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞത്. ഇതായിരുന്നാലും യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം
വെള്ളിയാഴ്ച രാവിലെ തന്നെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മക്കൾ പിന്നീട് സാലിഹ്യങ്ങളായി തീരുകയും ചെയ്തെന്നൊക്കെ ചരിത്രം. അലി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്, അലി, നിന്റെ മറവിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ടത് വെള്ളിയാഴ്ച രാവിലെ. അതുകൊണ്ട് വെള്ളിയാഴ്ച രാത്രി എന്നുള്ളത് ഇനി ലൈലത്തുൽ ഖദ്ർ ആയില്ലെങ്കിൽ പോലും റമദാനിൽ അല്ലെങ്കിൽ പോലും ദുആക്ക് ഇജാബത്ത് കിട്ടാൻ വലിയ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാനൊരിക്കൽ പ്രവാചകന്റെ കൂടെ വീട്ടിലിരിക്കുമ്പോൾ ഒരു ജൂതൻ പ്രവാചകന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പ്രവാചകനെ കണ്ടപ്പോൾ വീട്ടിൽ വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. പെട്ടെന്ന് കേട്ടാൽ സലാം പറഞ്ഞാണെന്ന് തോന്നുന്നു, പക്ഷെ സത്യത്തിൽ പറഞ്ഞ അസ്സലാമു അലൈക്കും എന്നല്ല, അസ്സാമു അലൈക്കും എന്നാ പറഞ്ഞു. അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിനക്ക് മരണം ഉണ്ടാകട്ടെ എന്നതിനർത്ഥം. നമ്മളൊക്കെ സലാം പറയുമ്പോൾ അങ്ങനെ ആയി പോകാറുണ്ട്. അത് വിപരീത അർത്ഥമാണ്. അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നീ മരിക്കട്ടെ എന്നാണ്. ഒരാൾ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ ദുആ ഫലിക്കുക അവനവന്റെ വിഷയത്തിലായിരിക്കും. ജൂതന്മാർക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. നമ്മൾ കേട്ടാ വിചാരിക്കും സലാം പറഞ്ഞാണ്, പക്ഷെ അവർ പറയുന്ന അസ്സലാമു അലൈക്കും അസ്സാമു അലൈക്കും എന്നാ പറയാം, നീ മരിക്കട്ടെ എന്നാണ്. പ്രവാചകനോട് വന്നിട്ട് സലാം പറയുന്നത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ആയിഷ ബീവിക്ക് ഇത് മനസ്സിലായി, പ്രവാചകന് മനസ്സിലായി. പ്രവാചകൻ മടക്കി വാലൈക്കും നിനക്കുണ്ടാകട്ടെ വേറൊന്നും പറഞ്ഞില്ല, വാലൈക്കും. ആയിഷ ബീവിക്ക് ദേഷ്യം. ആയിഷ ബീവി പറഞ്ഞു, ഫഹിംതു അൻ അതകല്ലമ, അവനോട് രണ്ട് വർത്താനം പറയുന്നത് എനിക്ക് തോന്നി. പക്ഷെ നബി മുന്നിലിരിക്കുകയല്ലേ, പറയാൻ പാടില്ല, മിണ്ടിയില്ല. പിന്നീട് ഒരിക്കലും ഇതേ ജൂതൻ വന്ന് പ്രവാചകനോട് ഇങ്ങനെ സലാം പറയുന്നുണ്ട്. അപ്പോഴും ആയിഷ ബീവി അടുത്തുണ്ട്. ആയിഷ ബീവി പറയുന്നത്, ഫഹിംതു അൻ അതകല്ലമ, അവളോട് വർത്താനം പറയുന്നത് എനിക്ക് തോന്നി, പക്ഷെ നബി അടുത്തിരിക്കുന്നതിനെ മിണ്ടിയില്ല. മൂന്നാമതും ഇതേപോലെ ഒരു ദിവസം ഇവൻ സലാം പറഞ്ഞപ്പോൾ ഞാൻ നബി ഇരിക്കുന്നൊന്നും നോക്കിയില്ല. അന്ന് എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞു, വഅലൈക സാമു വലഅനത്തുല്ലാഹി ഇഖ്വാനൽ ഖറദത്തി വൽ ഖനാസിർ, പന്നിയുടെ സഹോദരന്മാരെ, കുരങ്ങിന്റെ സഹോദരന്മാരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ നാശം ഉണ്ടാകട്ടെ, ശാപം ഉണ്ടാകട്ടെ. ഇവിടെ ആയിഷ ബീവി അവനെ സംബോധന ചെയ്ത് കുരങ്ങിന്റെ സഹോദരൻ, പന്നിയുടെ സഹോദരൻ എന്നാണ് വിളിക്കുന്നത്. നബി കേട്ട് വിശ്വാസത്തിന് കേട്ടോ പറഞ്ഞു, ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ ഫുഹ്ഷ വത്തഫഹുഷ. ആയിഷ, അള്ളാഹ്ക്ക് വൃത്തികെട്ട വർത്താനം പറയാൻ പടച്ചോന് ഇഷ്ടമല്ല. എനിക്കങ്ങനെ പറയാൻ അറിയാത്തോണ്ടല്ല, പക്ഷെ അതൊന്നും പടച്ചോന് ഇഷ്ടമുള്ള വർത്താനമാണ്. അവൻ പറഞ്ഞതിന് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ എനിക്ക് എന്താണോ ആഗ്രഹിച്ചത് ഞാൻ അവൻ വേണ്ടി തിരിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആയിഷ ബീവി ആ ജൂതനെ വിളിക്കുന്നത് കുരങ്ങിന്റെ സഹോദരൻ, പന്നിയുടെ സഹോദരനാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറയുന്നുണ്ട്, ഇവരുടെ കഥ എന്താണെന്ന് എനിക്കറിയുമോ ആയിഷ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കാൻ അനുവദിച്ചു. പക്ഷെ ഇവരത് സൂക്ഷിച്ചില്ല. നമുക്കും ഇതേപോലെ വെള്ളിയാഴ്ച തന്നു, നമ്മളത് സൂക്ഷിച്ചു. ക്രിസ്ത്യാനിക്ക് കൊടുത്തത് വെള്ളിയാണ്, ക്രിസ്ത്യാനി വെള്ളി മാറ്റി ഞായറാക്കി. ജൂതന് കൊടുത്തതും വെള്ളിയാണ്, ജൂതൻ വെള്ളി മാറ്റി ശനിയാക്കി. നമുക്ക് തന്നത് വെള്ളിയാണ്, നമ്മൾ ഇന്നും വെള്ളി നിലനിർത്തിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ ഒരു നേട്ടം തുടങ്ങിയത്. ആ രണ്ടു കൂട്ടരും വെള്ളി തെറ്റിച്ച് ശനിയിലേക്കും ഞായറിലേക്കും എത്തിച്ചു. ഇന്ന് വിശ്വാസം അത് പറയുന്നുണ്ട്, ഈ ജൂതന്മാർക്ക് നമ്മളോടുള്ള അസൂയ രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, നമ്മൾ ആ വെള്ളിയാഴ്ച ദിവസം തെറ്റിക്കുന്നില്ല, ഇന്നേ അവർ വെള്ളി മാറ്റിയില്ല. രണ്ട്, നമ്മൾ ഇമാമിന്റെ പിന്നിൽ നിന്ന് ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറയുമ്പോൾ ഒരുമിച്ച് പറയുന്ന ആമീൻ, ഇതും ഇവർക്ക് സഹിക്കില്ല. ഈ രണ്ട് കാര്യത്തിലാണ് നമ്മളോട് അസൂയുള്ളത് എന്ന് ആ സന്ദർഭത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. വെള്ളിയാഴ്ചയുടെ മഹത്വവും അതിന്റെ പ്രാധാന്യവുമാണ് ഈ സംഭവത്തിലൂടെ വിശ്വാസികൾ ആയിഷ ബീവിയെയും തുടർന്ന് നമ്മളെയൊക്കെ ബോധ്യപ്പെടുന്നു. നമുക്കറിയാം, ജൂത സമൂഹത്തിന് അല്ലാഹു വെള്ളിയാഴ്ച പ്രാർത്ഥനാ ദിവസമായി കൊടുത്തു. പക്ഷെ അവർ മാറ്റാൻ ആവശ്യപ്പെട്ടു ദാവൂദ് നബിയോട്. സൂയസ് ഉൾക്കടലിന്റെ ഭാഗത്തുള്ള അക്കബ പ്രദേശത്ത് ജീവിച്ചിരുന്ന ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയിലാണ് ഈ സംഭവം നടക്കുന്നത്. 1,00,000-ഓളം വരുന്ന ആളുകളെന്ന് അക്കബ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, ദാവൂദ് നബിയെ, വെള്ളിയാഴ്ചയാണ് മെയിനായിട്ട് ഞങ്ങളുടെ ഈ മത്സ്യബന്ധനത്തിന് പറ്റിയ ദിവസം വെള്ളിയാണ്, അന്നാണ് കൂടുതൽ മത്സ്യം വരിക. അതുകൊണ്ട് ഈ വെള്ളി ഒന്ന് മാറ്റി ശനിയാക്കി തരാൻ പറഞ്ഞു പഠിച്ചോളൂ. ദാവൂദ് നബിയെ സമ്മതിച്ചു, വെള്ളി ശനിയാക്കി. അപ്പോൾ അല്ലാഹു തആല പരീക്ഷിച്ചു. ശനിയാഴ്ച, വെള്ളിയാഴ്ച വന്നിരുന്ന മത്സ്യങ്ങളൊക്കെ ശനിയാഴ്ച വരാൻ തുടങ്ങി. അല്ലാഹു ഒരു പരീക്ഷിക്കുക. അപ്പോൾ അവർക്ക് ഇബ്ലീസ് ഉപദേശിച്ചു കൊടുത്തൊരു ഉപദേശമാണ്, വെള്ളിയാഴ്ച മത്സ്യബന്ധനം ശനിയാഴ്ച മത്സ്യബന്ധനം നടത്തരുന്നതല്ലേ പടച്ചോ പറഞ്ഞത്. നിങ്ങളൊരു പണിയെ ചെറിയ ചെറിയ കനാലുകൾ നിർമ്മിച്ച് അതിലൂടെ ഒരു കുളത്തിലേക്ക്, ഒരു ചാലിലേക്ക് ഈ മത്സ്യങ്ങളെ കയറ്റുക. ശനിയാഴ്ച പിടിക്കണ്ട, കൈകൊണ്ട് തുറണ്ട, എന്നിട്ട് അത് അടച്ചു വെക്കുക. ഞായറാഴ്ച നിന്ന് പിടിച്ചാൽ മതി. അപ്പൊ പടച്ചോന്റെ വാക്കിൽ ലംഘിക്കില്ല. 1,00,000 ആളുകളിൽ 70,000 ആളുകൾ ഈ പണി ചെയ്തു. ആദ്യം ഒരാൾ ചെയ്തു, അയാൾക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ പലരും കൂടി. അവസാനം ഒരു ശനിയാഴ്ച മത്സ്യം പിടിക്കാൻ തുടങ്ങി. 70,000 ആളുകളെ അല്ലാഹു തആല കുരങ്ങന്മാരും പന്നികളുമാക്കി രൂപം കൊടുത്തു.
യുവാക്കളെയൊക്കെ കുരങ്ങന്മാരാക്കി, വൃദ്ധന്മാരെയൊക്കെ പന്നികളുമാക്കി. 12,000-ഓളം ആളുകൾ അവര് ശനിയാഴ്ച പള്ളിയിൽ പോയി. പുഴയിൽ തന്നെയല്ല, ഈ പോയി മീൻ പിടിക്കാൻ പോയ ആൾക്കാർ ഉപദേശിച്ചു. ബാക്കിയുള്ള ആളുകൾ പള്ളിയിൽ പോയി ഇവരെ ഉപദേശിക്കാൻ നിന്നില്ല. 3 വിഭാഗമായിട്ട് മാറിയതാണ്. അതിൽ 70,000-ഓളം വരുന്ന ശനിയാഴ്ച മത്സ്യം പിടിച്ച ആളുകളെ അല്ലാതെ പന്നികളും കുരങ്ങളുമാക്കി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്കിടയിൽ വേർതിരിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. അതനുസരിച്ച് ഇവർക്കിടയിൽ മതിൽ കെട്ടി, മത്സ്യം പിടിച്ച ആൾക്കാരും പിടിക്കാത്ത ആൾക്കാരും തമ്മിൽ മതിൽ കെട്ടി ഗ്രാമത്തെ 2ആയി തിരിച്ചു. ഒരു ദിവസം മതിലിനപ്പുറത്ത് നിന്ന് ശബ്ദങ്ങൾ കേൾക്കുന്നു. ഇവര് കയറി നോക്കുമ്പോൾ കാണുന്നത് തലേ ദിവസം കിടന്നുറങ്ങിയ മനുഷ്യന്മാർ പന്നികളും കുരങ്ങളുമായിട്ട് എണീറ്റിരുന്ന കാണുന്നു. ഈ പന്നിക്കും കുരങ്ങിനൊക്കെ തങ്ങളുടെ കുടുംബക്കാരെ തിരിച്ചറിയാൻ, മനുഷ്യന്മാരായ ആളുകൾ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ അവർ ഇവരുടെ അടുക്കൽ വന്നതുകൊണ്ട് ഇവരുടെ വസ്ത്രങ്ങൾ മണത്തു നോക്കി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. പറഞ്ഞതിന്റെ ചുരുക്കം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയൊരു അനുഗ്രഹമാണ് ഈ വെള്ളിയാഴ്ചയുടെ പവിത്രത ഇന്നും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത്. ഈ സമുദായത്തിൽ ആദ്യമുണ്ടായ ബിദ്അത്ത്, പല ബിദ്അത്തും ഉണ്ട് നമുക്കിടയിൽ. ആദ്യത്തെ ബിദ്അത്ത് വെള്ളിയാഴ്ച ദിവസത്തിന്റെ മാന്യത നമ്മൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. വെള്ളിയാഴ്ച നേരത്തെ പോകുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ഈ റമദാനിൽ, ഈ വർഷത്തിൽ നമുക്ക് നൽകിയൊരു ചാൻസാണ്. 23-ാം രാവാണ്, അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച രാവുമാണ്. ലൈലത്തുൽ ഖദറിനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും നല്ലൊരു ദിവസമാണ്. അതുകൊണ്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഇന്ന് പള്ളികളിൽ ഇഅ്തികാഫിലായി കഴിഞ്ഞുകൂടുക. പ്രാദേശികമായി തൊട്ടടുത്തുള്ള പള്ളികളിൽ കൂടാം. വീട്ടിൽ പോകുന്ന ആളുകൾ പ്രാർത്ഥനയിലും ഒക്കെ ആയിട്ട് കുറച്ച് സമയം കഴിച്ചു കൂട്ടുക. നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുക. നമ്മളെ കരങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. പടച്ച തമ്പുരാൻ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്ന വിശ്വാസികളിൽ മുത്തഖീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, കരുണാനിധിയായ റബ്ബേ, ഈ സാധുക്കളായ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ, കുറ്റങ്ങൾ ചെയ്തവരാണ്. എല്ലാം നീ പുറത്തു തരണേ അല്ലാഹ്. നീ ഗഫൂറാണ്, നീ റഹീമാണ്. ഞങ്ങളുടെ പാപങ്ങൾക്കെല്ലാം മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ ഹസനാത്തുകൾ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഈ വിശുദ്ധമായ റമദാനിനെ ഞങ്ങളുടെ അനുകൂല സാക്ഷിയാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മരണപ്പെട്ട ധാരാളം ആളുകൾ ഇന്ന് ഇവിടെയും പല പള്ളിക്കബറുകളിലായിട്ടുണ്ട്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ പടച്ചവനെ. അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ ആരെല്ലാം രോഗികളാണോ നീ ശിഫ നൽകണേ പടച്ചവനെ. ആജിലും മുസ്തമിറുമായ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഇനിയും പല റമദാനുകളിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ പടച്ചവനെ. അല്ലാഹു, ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന സൗഭാഗ്യം ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹു, ലോകത്ത് യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാഹ്. അല്ലാഹു, യുദ്ധപ്രതിയന്മാരായ ഇസ്രായേലിനെയും അമേരിക്കയുടെ ട്രംപിനെയും നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹു, അവർക്കെതിരെ ഇറാനിന്റെ ആയുധങ്ങൾക്ക് നീ ശക്തി പകരണേ അല്ലാഹ്. ഇതോടുകൂടി ഇസ്രായേലിന്റെ അന്ത്യമാക്കണേ പടച്ചവനെ. ആ ശർറിനെ എന്നേക്കുമായി നീ അവസാനിപ്പിക്കണേ അല്ലാഹ്. അറബ് ലോകത്ത് അസ്വസ്ഥരായ ജനങ്ങൾക്ക് നീ സമാധാനം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.